തന്ത്രങ്ങൾ പൊളിഞ്ഞോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തന്ത്രം പൊളിഞ്ഞോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കേരളത്തിൽ വി.ഡി. സതീശൻ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് സംശയം തോന്നുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ദാ നോക്കൂ, ഏറ്റവും ഒടുവിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ജന്തർ മന്ദറിലെ പ്രക്ഷോഭകാരികൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കുമ്പോൾ ഇവിടെ ക്രിമിനൽ കുറ്റകൃത്യം നടത്തിയവരുടെ ഒഴിച്ച് പിൻവലിക്കാനുള്ള തീരുമാനം വരുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എന്നത് ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ BJP ഭരിക്കുന്നതിന് കാരണക്കാരനായ കൗൺസിലർമാരിൽ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർക്ക് ഇന്ന് അയോഗ്യത കൽപ്പിക്കപ്പെടുമായിരുന്നിട്ടും ആ സുഗതനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആഭ്യന്തര സെക്രട്ടറി സർക്കുലർ അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് കേരളത്തിൽ ഒരു BJP കോർപ്പറേഷൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകിയത് കേരള സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിലെ സെക്രട്ടറിയാണ്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ്. എന്തിന് അങ്ങനൊരു സർക്കുലർ നൽകി? ഇന്ന് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഈ സുഗതൻ്റെ ഒപ്പം പിന്തുണ പ്രഖ്യാപിച്ച നേതാവിൻ്റെ പേര് സുധീഷ് എന്നാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. രമേശ് ചെന്നിത്തല അതിർത്തി പ്രകടിപ്പിച്ചു. പക്ഷെ നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ BJPയുടെ ഉദ്യോഗസ്ഥരായിട്ട് സ്വയം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കോൺഫിഡൻസ് എങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാവുന്നത്? വി.ഡി. സതീശൻ സർക്കാർ കൊടുക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് എന്താണ്? PMCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, PM ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എംബ്ലം പതിക്കണം എന്ന് പറയുമ്പോൾ എംബ്ലം പതിച്ചുകൊള്ളാം എന്ന് ഏറാൻ മൂളുന്നത് മുതൽ ഇവിടെ വന്ദേമാതരത്തിന് തിരിച്ചൊരു ഡിസന്റ് നോട്ടീസ് അയക്കാതിരിക്കുന്നതിലടക്കം സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നൊരു വാക്ക് ഈ ധവള പത്രത്തിൽ എഴുതി പിടിപ്പിക്കാതിരിക്കുന്നതിൽ തുടങ്ങി കേന്ദ്ര സർക്കാരുമായി ഞങ്ങൾ ഏറ്റുമുട്ടാനില്ല എന്ന് പറഞ്ഞ് ജന്തർ മന്ദറിൽ സമരം ചെയ്യാൻ പോയി നിമിഷ നേരം കൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്ന മുഖ്യമന്ത്രി അടക്കം അങ്ങനെ എണ്ണമിട്ടു പറഞ്ഞാൽ ഒരു ഡസനോളം സാഹചര്യങ്ങൾ എടുത്ത് കാണിക്കാൻ കഴിയും. ഈ ചുരുങ്ങിയ 2.5 മാസത്തിനുള്ളിൽ വി.ഡി. സതീശൻ സർക്കാർ കേന്ദ്ര സർക്കാരിനും BJPക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു തരത്തിലുള്ള റഡാറിലും താൻ പെട്ടുപോകരുത് എന്ന ഒരു നിർബന്ധം വി.ഡി. സതീശൻ സർക്കാരിനുള്ളതുപോലെ ഇല്ലെങ്കിൽ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിൽ UDFന്റെ നയമായിരുന്നു PMC നടപ്പാക്കൂല എന്നുള്ളത്. അത് കേരളത്തിൽ LDFനേക്കാൾ കൂടുതൽ ആവേശത്തിൽ പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് UDF. അതിൽ തന്നെ ആവേശത്തോടു കൂടി പറഞ്ഞ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. ആ പാർട്ടി, ഞാൻ മുസ്ലിം ലീഗിലെ ഒരു നേതാവിൻ്റെ വാചകം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഉദ്ധരിച്ചുകൊള്ളാം. ആ വാചകത്തിലുണ്ട് എല്ലാം. നോക്കൂ, ഇന്ന് ആ നേതാവിനെ കൂടി ഇരുട്ടിലാക്കി നിർത്തിയിരിക്കുകയാണ്. വാചകം എങ്ങനെയാണ്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ആ വാചകം എന്നത് ഞാൻ ആദ്യമേ പറയട്ടെ. 10,000 കോടി രൂപ തന്നാലും PMC എന്ന വർഗീയ വിഷം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരില്ലെന്ന് ബംഗാളിലെ വനിതാ മുഖ്യമന്ത്രിയായ മമതാജി പറഞ്ഞു. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ടൊരു മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് നമ്മുടെ അപമാനം. ഞാൻ ആ വാചകത്തോട് യോജിക്കുന്നില്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പറഞ്ഞ നേതാവിൻ്റെ പേര് PM സലാം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇന്ന് PM സലാം ആ വാചകത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു PM സലാം അങ്ങ് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ വാചകത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി മാറി. ഇപ്പോഴുള്ളത് വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി. ഈ ആരോപണം വി.ഡി. സതീശനെതിരെ ഉന്നയിക്കാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ദാ നോക്കൂ, ബംഗാളിൽ ഭരണം മാറി, പക്ഷെ നമുക്ക് തമിഴ്നാട്ടിലൊരു സർക്കാരുണ്ട്. അവിടെ വിജയ് ഭരണം നടത്തുന്നുണ്ട്. ഈ നിമിഷം വരെയും PMCയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞിട്ടില്ല വിജയ്യുടെ സർക്കാർ. ഇപ്പോഴും അവിടെ PMC പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സർക്കാരിനെ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കാണാം. അപ്പോഴാണ് ഇവിടെ മുട്ടിലിഴഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. എന്നിട്ട് എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: നിർബന്ധിതമായി ഞങ്ങൾ പണം കൈപ്പറ്റി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് ഒരൊറ്റ വാചകത്തിൽ 2 നുണ പറയാൻ കഴിയുമോ? കേരളത്തിൽ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരേ ഒരാളിനെ ഞങ്ങൾ ഇന്ന് കണ്ടു. ആ മുഖ്യമന്ത്രിയുടെ വാചകം ഇങ്ങനെയായിരുന്നു: നിർബന്ധിതരായി ഞങ്ങൾ പണം കൈപ്പറ്റി, നിർബന്ധിതരായി പണം നമ്മൾ കൈപ്പറ്റി, സൈൻ ചെയ്ത് പണം വാങ്ങിക്കഴിഞ്ഞു. ഇത് രണ്ടും പൊയ്യ്, 2 കള്ളം. ഒരൊറ്റ വാചകത്തിൽ, ഒരു കോമയുടെ അകലത്തിൽ 2 കള്ളം പറയുകയാണ്. നിർബന്ധിതരായി എന്നുള്ളത് നിർബന്ധിതമല്ല എന്ന് UDFന്റെ തന്നെ MP രാജ്യസഭയിൽ കൊടുത്ത ചോദ്യത്തിനുള്ള മറുപടിയായി ജയൻ ചൗധരി ഇന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ? എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ വാചകത്തിലുള്ള മറുപടിയാണ് ജയൻ ചൗധരി കൊടുത്തത്. ആ വാചകം PR സുനിൽ നേരത്തെ വായിച്ചു. ആ വാചകം ഇങ്ങനെയാണ്: Therefore the states that do not sign the MOU or withdraw from the scheme stand to miss out these benefits of PMC എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യാം,
നിങ്ങൾക്ക് യോജിക്കാതിരിക്കാം, അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് സൈൻ ചെയ്യാതിരിക്കുകയോ സൈൻ ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്യുകയോ ചെയ്യാം. ഞാൻ പഞ്ചാബിൻ്റെ കഥ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നിർബന്ധിതരായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? നിർബന്ധിതരായി എന്ന് അടൂർ പ്രകാശ് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? വസ്തുത അതല്ലല്ലോ. ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടു, അന്ന് നിർബന്ധിതമായിരുന്നില്ല, അന്ന് നിർബന്ധിതമായിരുന്നു, ഇന്ന് നിർബന്ധിതമല്ല എന്ന മാറ്റം കൊണ്ടുവന്നത് ഇപ്പോഴാണ് അറിയുന്നത്. എൻ്റെ പൊന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇന്നാണത് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അന്നും ആ ഉത്തരവിൽ മെമ്മോറാണ്ടത്തിൽ അങ്ങനെ തന്നെയുണ്ട്. സ്റ്റേറ്റിന് വിഡ്രോ ചെയ്യാം, പക്ഷേ അതിന് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് കൊടുത്ത പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതാണ് വാസ്തവം. അങ്ങനെ പഞ്ചാബ് ചെയ്തിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ചെയ്തില്ല. നോക്കൂ, ഇന്ന് UDF കൺവീനർ പറഞ്ഞ വാചകം എന്താ? പിന്മാറണം എന്ന് പറഞ്ഞിട്ട് ഈ LDF സർക്കാരിൻ്റെ തുടർച്ചയാണല്ലോ ഈ സർക്കാർ. അതുകൊണ്ട് LDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച കാര്യങ്ങൾ ഞങ്ങൾ തുടരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇന്ന് ചോദിക്കുമ്പോൾ അതേ UDF കൺവീനർ UDF യോഗത്തിന് ശേഷം പറഞ്ഞ അടൂർ പ്രകാശ് പറയുന്നു പിന്മാറാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ UDF കൺവീനർ ഇന്ന് വന്നിട്ട് പറയുന്നു പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. ഒരൊറ്റ ദിവസം കൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് നിലപാട് മാറ്റാൻ കഴിയുന്നത്? PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഉണ്ടായിരുന്ന UDF മീറ്റിങ്ങിലല്ലേ ഇന്നലെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിപ്പിക്കാൻ പോകുന്നത് എത്ര സ്കൂളുകളെ തെരഞ്ഞെടുക്കണം എന്നുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഈ മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് അടൂർ പ്രകാശ് അല്ലേ? അത് ഈ ഉപസമിതി തീരുമാനിക്കുമെന്നല്ലേ പറഞ്ഞത്? അത്രയും ചർച്ച ചെയ്തില്ലെങ്കിൽ എങ്ങനെ ആ തീരുമാനത്തിലേക്ക് എത്തുക? അപ്പോൾ നമ്മളെ മണ്ടന്മാരാക്കരുതെന്ന് മാത്രമേ നമുക്ക് നേതാക്കളോട് പറയാനുള്ളൂ. ഇനി മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. തുടർച്ചയെന്ന നിലയിൽ മുന്നോട്ട് പോകുമെന്ന് അടൂർ പ്രകാശ് പറയുന്നു. മൊത്തത്തിൽ ഇതൊരു U-ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന് ഒരു സംശയവും എനിക്കില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ഡസനോളം ഉദാഹരണങ്ങളുണ്ട്. 2.5 മാസം കൊണ്ട് U-ടേൺ അടിച്ച രാജ്യക്കാര്യമടക്കം എത്രയോ നയങ്ങളിൽ നിന്ന് നയപരമായ ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനാണ് നമ്മൾ U-ടേൺ എന്ന് പറയുന്നത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ U-ടേൺ ആണ്. കാരണം എന്തറിയോ, ഇതിനകത്ത് നിർബന്ധിതരായെങ്കിൽ പോലും ഞങ്ങൾ പിന്മാറും എന്ന് പറഞ്ഞ ആളാണ് KM ഷാജി. ഒപ്പുവെച്ചാലും 10,000 കോടി രൂപ വാക്കിന് വ്യവസ്ഥയില്ലാതിരിക്കാൻ നോക്കൂ. അത് തന്നെയല്ലേ, ഒരു വാക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് U-ടേൺ എടുത്ത് വരികയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയാണ്. ഞാനങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുകയാണ്. നോക്കൂ, അത്തരം കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ പണം കൈപ്പറ്റിയിട്ടുണ്ട് സാർ. ആ പണം കൈപ്പറ്റിയത് സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള കമ്പോണന്റിൽ നിന്നുള്ള പണമാണ് കൈപ്പറ്റിയത്. 91 കോടി രൂപ. അത് PMCയുമായി ബന്ധപ്പെട്ടതല്ല. ഇന്നിപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു, ജയൻ ചൗധരി വാഹിദ് MP കൊടുത്തിരിക്കുന്ന മറുപടിയിൽ ഈ സംസ്ഥാനങ്ങളുടെ ഒക്കെ പേര് വിശദമായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് 2 സംസ്ഥാനങ്ങളെ ഇല്ലാതുള്ളൂ, കേരളവും തമിഴ്നാടും. വെസ്റ്റ് ബംഗാളും ഈ 3 ഇല്ല. വെസ്റ്റ് ബംഗാൾ ഇപ്പോൾ ചേരുന്നു, ഇപ്പോൾ പൈസ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നാൽ പണം കൈപ്പറ്റിയ കോൺഗ്രസ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. രാജസ്ഥാൻ 2023-24 അന്ന് അശോക് ഗെഹ്ലോട്ട് സർക്കാർ 163 കോടി രൂപ, പിന്നീട് 98 കോടി, പിന്നീട് 24 കോടി, പിന്നീട് 480 കോടി. കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനിൽ 3 ഫിനാൻഷ്യൽ ഇയറിൽ വാങ്ങിയ PMC പണത്തിന്റെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. കർണാടക 2 ഫിനാൻഷ്യൽ ഇയറിലായിട്ട് 383 കോടിയും 462 കോടിയും കൈപ്പറ്റി. തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം 3 ഫിനാൻഷ്യൽ ഇയറിലായിട്ട് 647, 422 കോടി, 538 കോടി. ഹിമാചൽ പ്രദേശ് 365 കോടി, 330 കോടി. കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം PMCയിൽ ഒപ്പിട്ടതിൻ്റെ ഭാഗമായി കിട്ടിയ SSA അല്ല കേട്ടോ, PMCയിൽ ഒപ്പിട്ടതിൻ്റെ ഭാഗമായി കിട്ടിയ പൈസ വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ടുണ്ട്. എന്നിട്ട് കേരളത്തിൽ LDF സർക്കാർ ആദ്യം ഒപ്പിട്ടതിന് ശേഷം പിന്നീട് കെപ്റ്റ് ഇൻ അബെയൻസ് വെച്ചിരിക്കുന്ന ഒരു കരാർ ചൂണ്ടിക്കാട്ടി പറയുകയാണ്, പച്ചക്കള്ളം പറയുകയാണ്, ഇത് കേരളം ഒപ്പിട്ടു, നിർബന്ധിതരായിത്തീർന്നു, ഒപ്പിട്ട് നമ്മൾ പണം വാങ്ങി എന്നുള്ളത് പച്ചക്കള്ളം. ഒരൊറ്റ വാചകത്തിൽ 2 കള്ളം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കൊരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാനുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് എത്ര പൈസയാണ് PMCയിൽ നിന്ന് കിട്ടുക? അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഈ സംസാരിക്കുന്ന നേതാക്കന്മാർക്കുണ്ടോ? ഞങ്ങളിത് വിശദമായിട്ട് പരിശോധിച്ചു. മൊത്തം സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി നമുക്ക് കിട്ടാനുള്ളത് ഇനി 1065 കോടി രൂപയാണ്. ബാക്കി പൈസ കുറച്ച് നമുക്ക് കിട്ടി. അതിൽ 2 കമ്പോണന്റുകളുണ്ട്. സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടും PMCയുടെ ഭാഗമായിട്ടും. സർവശിക്ഷാ അഭിയാനിൽ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കമ്പോണന്റ് ഉണ്ട്. അത് ആർക്കും തടയാൻ പറ്റൂല. അത് നമ്മുടെ രാജ്യത്തെ നിയമം നൽകിയിരിക്കുന്ന അവകാശമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട പണം, ആ പണമാണ് നമുക്ക് കിട്ടിയത്. SSAയുടെ ഭാഗമായി ഇതെല്ലാം ക്ലബ് ചെയ്യുക ചെയ്തത്, കൺവേർട്ട് ചെയ്തു. എന്നിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായി നമുക്ക് കിട്ടേണ്ട 91 കോടി നമുക്ക് കിട്ടി. ആ പണത്തെയാണ് PMCയുടെ പണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് ന്യായം പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടി പറയേണ്ടി വന്നില്ലേ? വിദ്യാഭ്യാസ മന്ത്രിക്ക് തിരുത്തി പറയേണ്ടി വന്നില്ലേ കേരളം പണം വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം? ഇതൊക്കെ എന്തിനാണ് ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകുന്നത് എന്തിനെന്നുള്ളതാണ്. ചുരുക്കത്തിൽ സംഭവിച്ചത് ഇത്രയാണ്. സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി നമ്മുടെ ആർട്ടിക്കിൾ 282ന്റെ ഭാഗമായ ഒരു സ്റ്റേറ്റ്
സ്റ്റേറ്റ് സ്പോൺസർഡ് പ്രോഗ്രാം 2021 വരെ ഒരു കുഴപ്പമില്ലാതെ നടപ്പാക്കി. സ്റ്റേറ്റ് ഗവൺമെന്റാണ് തീരുമാനിക്കുക 60-40 എന്ന അനുപാതത്തിൽ. അതിനുശേഷം SSAയുടെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഹിതം കിട്ടുന്നു. എന്നാൽ 2022 കൂടി 2020 NEP നടപ്പാക്കുന്നതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റായ ഈ പ്രൈം മിനിസ്റ്റർ ശ്രീ പ്രോഗ്രാം അത് SSAയുമായിട്ട് വിളക്കി ചേർക്കുന്നു. അങ്ങനെ വിളക്കി ചേർക്കുമ്പോൾ SSAയുടെ ഗ്രാൻഡ് അനുവദിക്കണമെങ്കിൽ PMCയിൽ നിങ്ങൾ ഒപ്പുവെക്കണം എന്ന പ്രീ കണ്ടീഷൻ വരുന്നു. RTയുടെ കമ്പോണന്റ് അതിന് ബാധകമല്ലേ? അങ്ങനെയാണ് നമ്മുടെ സർവ്വശിക്ഷാ അഭിയാന്റെ ഫണ്ട് മുടങ്ങിയത്. അങ്ങനെ മുടങ്ങിയ പണം കിട്ടാൻ വേണ്ടിയാണ് ക്യാബിനറ്റിൽ ആരോരും അറിയാതെ ഇടതുപക്ഷ സർക്കാർ പോയി ഒപ്പിട്ടത്. പിന്നീട് എല്ലാവരും അറിഞ്ഞപ്പോൾ CP എതിർത്തപ്പോൾ ആ നിലപാട് തിരുത്തി അത് കെപ്റ്റ് ഇൻ അബെയൻസ് വെച്ചത്. അന്ന് ആ നിലപാടിൽ ഒപ്പിട്ടതിന്റെ പേരിൽ തെരുവിലിറങ്ങി അടികൊണ്ട MSFലെ നേതാക്കൾക്ക്, അന്ന് തെരുവിലിറങ്ങി അടികൊണ്ട മുസ്ലിം ലീഗിലെ നേതാക്കൾക്ക്, അന്ന് അതിനോട് പ്രതികരിച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതേതര മനസ്സുള്ള മനുഷ്യരോട് എങ്ങനെയാണ് ഇനി മുസ്ലിം ലീഗ് കാര്യങ്ങൾ ന്യായീകരിക്കാൻ പോകുന്നത്? ഒരൊറ്റ കാര്യമേ ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുക്കാൻ പറ്റൂ, ഒരൊറ്റ തീരുമാനമേ എടുക്കാൻ പാടുള്ളൂ. എന്താണോ LDF സർക്കാരിൻ്റെ കാലത്തെടുത്ത തീരുമാനം ഏറ്റവും ഒടുവിൽ അതേ തീരുമാനത്തിൽ തുടരണം. ഇല്ലെങ്കിൽ നിങ്ങളെ ചരിത്രം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒറ്റുകാർ എന്ന് തന്നെ വിശേഷിപ്പിക്കും. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ അവകാശങ്ങൾ, അവരുടെ ഐഡന്റിറ്റി അത് ചോദ്യം ചെയ്തുകൊണ്ട് പുസ്തകത്താളുകളിൽ ഒരു കരിക്കുലവും വരാൻ പാടില്ല എന്നതറിയണമെങ്കിൽ NEPയുടെ പൈലറ്റ് പ്രോജക്റ്റ് നമ്മുടെ നാട് നടപ്പാക്കൂല എന്നതൊരു പൊളിറ്റിക്കൽ ഡിസിഷനായി ലീഗ് എടുക്കണം. ആ ലീഗ് ഉറച്ചു പറയണം, ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും കൊടുങ്കാറ്റടിച്ചാലും ഈ പദ്ധതിക്ക് ഞങ്ങൾ ഒപ്പം നിൽക്കില്ല. അതാണ് PM ഇസ്ലാം പറഞ്ഞത്. 10,000 കോടി രൂപ വേണ്ടെന്ന് വെച്ചാലും ഞങ്ങൾ ഈ പദ്ധതിയിൽ ഒപ്പിടില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം, പൊളിറ്റിക്കലായിട്ടുള്ള ആർജവം കാണിക്കണം മുസ്ലിം ലീഗ് എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളെ പറ്റിച്ചൊരു കൂട്ടര് നിങ്ങളെ ഒറ്റുകാരാക്കി മാറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയോ മതേതര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയോ മുഖത്ത് നേരെ നോക്കാൻ കഴിയില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ്. Meet the editors.